നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂൾ തുറക്കൽ തിരക്കിനിടെ DE ഓഫീസിലെ ഫ്യൂസ് ഊരി KSEB. വൈദ്യുതി ബിൽ കുടിശ്ശിക അടയ്ക്കാത്ത സർക്കാർ സ്ഥാപനങ്ങളുടെ കണക്ഷൻ വിച്ഛേദിക്കുന്ന നടപടി തുടർന്ന് KSEB. ഇത്തവണ പാലക്കാട് DE ഓഫീസിനാണ് പണി കിട്ടിയത്. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ പാലക്കാട് DE ഓഫീസിലെ ഫ്യൂസാണ് KSEB ഊരിയത്. ഇത് രണ്ടാം തവണയാണ് ഓഫീസിലെ ഫ്യൂസ് ഊരുന്നത്. 24,016 രൂപ കുടിശ്ശികയായ പശ്ചാത്തലത്തിലാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. അധ്യയനം ആരംഭിക്കാനിരിക്കെ ഉണ്ടാകുന്ന തിരക്കുകൾക്കിടെയാണ് അപ്രതീക്ഷിതമായി ഓഫീസിലെ ഫ്യൂസ് ഊരിയത്. കഴിഞ്ഞ ഏപ്രിലും കുടിശ്ശികയുടെ പേരിൽ DE ഓഫീസിലെ ഫ്യൂസ് ഊരിയിരുന്നു. ഫണ്ട് ലഭ്യമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതായി DE ഓഫീസ് അറിയിച്ചു. ചേലാമ്പ്രയിൽ കാണാതായ 11-കാരന്റെ മൃതദേഹം പുഴയിൽ കണ്ടെത്തി. ചേലാമ്പ്രയിൽ കാണാതായ 11-കാരന്റെ മൃതദേഹം കണ്ടെത്തി. പുള്ളിപ്പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പഞ്ചായത്ത് അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിന്റെ സമീപത്തെ ജലാശയങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് മുതലാണ് ചേലാമ്പ്ര സ്വദേശി പാറയിൽ ഫൈസലിന്റെ മകൻ AV മുഹമ്മദ് ഫാദിലിനെ കാണാതായത്. കുട്ടി സമീപത്തെ ജലാശയങ്ങളിൽ പെട്ടോ എന്ന സംശയത്തിലാണ് പരിശോധന നടത്തിയിരുന്നത്. രാവിലെ മുതൽ സ്കൂബ ഡൈവിംഗ് സംഘം ഉൾപ്പെടെ ഫയർഫോഴ്സ് പരിശോധന നടത്തിയിരുന്നു. ഈ തിരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വൈത്തരിയിലെ റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. വൈത്തരിയിലെ റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച ചാത്തമംഗലത്ത് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ഭക്ഷ്യവിഷബാധ. 11 വയസ്സുകാരിയെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചാത്തമംഗലം വെള്ളന്നൂർ സ്വദേശി രാജേഷ്, ഭാര്യ ഷിംന, മക്കളായ ആരാധ്യ, ആദിത്ത് എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ആരാധ്യ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ്. കായംകുളത്ത് ക്ഷേത്ര ദർശനത്തിന് പോയ വയോധികയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് ചെറിയ പത്തിയൂർ മാങ്ങാട്ടുശ്ശേരിൽ ശിവന്റെ ഭാര്യ ആനന്ദവല്ലിയാണ് മരിച്ചത്. വീടിന് സമീപത്തായുള്ള റോഡരികിലുള്ള കുളത്തിലാണ് ആനന്ദവല്ലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥിരമായി രാവിലെ ചെറിയ പത്തിയൂർ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതായിരുന്നു ആനന്ദവല്ലി. ഉച്ചയ്ക്ക് 12 മണിയായിട്ടും ഇവർ തിരികെ എത്താത്തതിനെ തുടർന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് സമീപവാസി കുളത്തിൽ ആരോ കിടക്കുന്നതായി പറഞ്ഞത്. ഇത് കേട്ട് മകനും ബന്ധുക്കളും എത്തിയപ്പോൾ കുളത്തിൽ മരിച്ചു കിടക്കുന്ന ആനന്ദവല്ലിയാണ് കാണുന്നത്. ഇവർ ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വീട്ടിൽ നിന്നും 50 മീറ്ററോളം മാറിയാണ് മൃതദേഹം കിടന്ന കുളമുള്ളത്. മഴയിൽ വെള്ളം കയറിയ സ്ഥിതിയിലാണ് കുളമുള്ളത്. വയോധിക ഇതുവഴി പോകുന്നതിനിടെ തെന്നി വീണതാകാമെന്നാണ് സൂചന. സംഭവത്തിൽ കരിയിലക്കുളങ്ങര പോലീസ് എത്തി മകന്റെ മൊഴി ശേഖരിച്ചു. മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബിവറേജസ് സെൽഫ് സർവീസ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ യുവാക്കൾ അറസ്റ്റിൽ. കോഴിക്കോട് തണ്ണീർപന്തലിലെ ബിവറേജസ് സെൽഫ് സർവീസ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ യുവാക്കൾ അറസ്റ്റിൽ. അന്നശ്ശേരി പരപ്പാറ സ്വദേശികളായ മുഹമ്മദ് ആസിഫ്, സച്ചിൻ പ്രഭാകരൻ എന്നിവരാണ് അറസ്റ്റിലായത്. 3000 രൂപ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യക്കുപ്പികളാണ് വിവിധ ദിവസങ്ങളിലായി ഇവർ മോഷ്ടിച്ചത്. 2 പേർ കൂടി പിടിയിലാവാനുണ്ട്. ആകെ 11 കുപ്പികൾ മോഷണം പോയി. മെയ് 16, 19, 24, 25 തീയതികളിലാണ് പ്രതികൾ മോഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്.